നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ലാസ്റ്റ് ഗ്രേഡ് സർവൻസുമായി ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ അത് 34,000 ഉയർന്നിട്ടുണ്ട്. 34,500 എന്ന് പറയുന്ന ബേസിക് ഏറ്റവും അടിസ്ഥാന സാലറിയിലേക്ക് മാറി ഉയർന്നു വന്നു കഴിഞ്ഞു. അവർക്ക് ആ സാലറി കിട്ടി തുടങ്ങി. കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരോടും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് LGSനെ കുറിച്ച് അല്ലേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്തുണ്ടാവാൻ ചാൻസ് കുറവാണ്, പ്രിലിംസ് എക്സാമും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഹായ് ഹലോ, വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് തമ്പിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് ആളുകൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരോടും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് LGSനെ കുറിച്ച് അല്ലേ. LGSൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സമയം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതെങ്ങനെ പഠിക്കണം, എവിടെ വെച്ച് പഠിച്ച് തുടങ്ങണം അല്ലേ, അവൻ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളായിട്ട് കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അഭിജിത്ത് എഡോനി എന്നാണ്. സൈലത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പം നമുക്കൊരു എക്സാം കാലഘട്ടമാണ്. നമുക്ക് എല്ലാവരും ഇപ്പോൾ പ്രിലിംസ് കാര്യങ്ങൾ, മെയിൻസ് എക്സാമുകളൊക്കെ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കുറേ ആളുകൾ PSC നമ്മുടെ സൈലത്തിലൂടെയും അല്ലാതെയൊക്കെ പഠിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു കോമൺ ഫാക്റ്റ് എന്തായിരിക്കും? ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പ്രധാനമായിട്ട് ഇപ്പം നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമുകളാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിന് എക്സാം വരാൻ പോകുന്നത് ഏതിൻ്റെയൊക്കെയാണ്? കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു എക്സാം, അതിന് തുടർച്ചയായിട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം, അതിൻ്റെ കൂടെ തന്നെ വരാൻ പോകുന്ന ഒരു കമ്പനി ബോർഡ് LGS അല്ലെ, ഒരു കമ്പനി ബോർഡ് LGSൻ്റെയും ഇപ്പോൾ പ്രിലിംസ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മെയിൻസ് എക്സാമും വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാമുകൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ആ എക്സാമുകളൊക്കെ ആർക്ക് എഴുതാമെന്നുള്ളത് തന്നെയാണ്. ഡിഗ്രി ഉള്ള എല്ലാവർക്കും, ഈ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്ത എക്സാമുകളൊക്കെ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വലിയൊരു വിഭാഗം ഇപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 90% ആളുകൾക്കും എഴുതാൻ സാധിക്കാത്ത 7ാം ക്ലാസ് നിലവാരത്തിലുള്ള 7ാം ക്ലാസ് ബേസ് എക്സാമിന് യോഗ്യത വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് മുതൽ പോലും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്ക് പോലും പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു ഓഫറായിട്ടാണ് PSC വരാൻ പോകുന്നത്. 2026 ലാസ്റ്റോടുകൂടി, ഡിസംബറോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന LGS എക്സാമിൻ്റെ, വേരിയസ് LGS എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡിഗ്രി ഇല്ലാത്തവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 90% ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. കാരണം എന്താണ്, ഇപ്പം ഡിഗ്രി ലെവൽ എക്സാമുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഡിഗ്രിയുള്ള ആളുകൾക്കൊന്നും ഇതിലേക്ക് വരാനും സാധിക്കില്ല. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ വളരെയധികം കുറഞ്ഞ ലെവലുള്ള ഒരു എക്സാമാണ് ഈ പറഞ്ഞിരിക്കുന്ന വേരിയസ് LGS. മാത്രമല്ല, കമ്പനി ബോർഡ് LGS പോലെയൊന്നും ഒരു സ്റ്റേറ്റ് വൈഡ് നടത്തുന്ന ഒരു എക്സാം അല്ലത് അല്ലേ. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാം അല്ല, അതെന്താണ്, ഡിസ്ട്രിക്ട് വൈഡ് എക്സാമാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ എന്തും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. അതിനൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്തുണ്ടാവാൻ ചാൻസ് കുറവാണ്, പ്രിലിംസ് എക്സാമും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഒരൊറ്റ എക്സാമാണ്. ആ ഒരൊറ്റ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായി നാളെ മുതൽ സ്ട്രക്ചറോട് കൂടി പഠിച്ചു തുടങ്ങിയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. പല ആളുകൾക്കും ഡൗട്ടാണ്, എനിക്ക് PSC പഠിച്ചു തുടങ്ങണോ. ഇപ്പോൾ നമുക്കറിയാം ഏജ് കാറ്റഗറി കൂട്ടി 40 വയസ്സിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കുറച്ച് കാലമായിട്ട് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായേക്കാം. ഒരു സംശയം വേണ്ട, നമ്മൾ കോഴ്സുകളൊക്കെ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ കൂടെ തന്നെ ചേർന്നാൽ പോലും നമുക്ക് കൃത്യമായ സ്ട്രക്ചറോട് കൂടി പഠിച്ചു പോയാൽ റാങ്ക് തന്നെ, വെറുതെ ലിസ്റ്റ് കയറി ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, 1ാം റാങ്ക് മുതലുള്ള റാങ്കുകൾ പോലും നേടിയെടുക്കാൻ ഇപ്പം പഠിക്കാൻ തുടങ്ങിയാൽ പോലും നമുക്ക് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം എന്താണ് ഈ ഒരു LGS ലെവൽ എക്സാമിനെ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിതിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്കൊന്ന് നോക്കാം. എങ്ങനെയായിരുന്നു ഇത്തവണത്തെ LGSന് വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഒരു എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സാലറി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, മുൻപ് നടന്ന എക്സാമിന് എത്രത്തോളം കട്ട് ഓഫ് കാര്യങ്ങൾ ഓരോ ജില്ലയിൽ വന്നിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയാണ് ഇതിൻ്റെ സിലബസ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചേ, ഇത് 2023 അവസാനമായിട്ട് എന്ത് വന്നിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന LGS എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുള്ളത്. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ പ്രകാരം കണ്ടോ, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ലാസ്റ്റ് ഗ്രേഡ് സർവൻസുമായി ബന്ധപ്പെട്ടാണ്. അവിടെ സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,000 പ്ലസ് 50,200 എന്നുള്ള രീതിയിലൊരു സ്കെയിൽ ഓഫ് പേ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 2023 നോട്ടിഫിക്കേഷനിലുള്ളതാണ്.
2026 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ മിക്കവാറും ഇതിനകത്ത് ഗംഭീരമായൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം സാലറി റിവിഷൻ നടക്കാൻ പോവാണ്. സാലറി റിവിഷനുമായി ബന്ധപ്പെട്ട കമ്മീഷൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു കാര്യം, കമ്പനി ബോർഡ് ലെവലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എന്ത് വന്നു കഴിഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന സാലറി റിവിഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ കമ്പനി ബോർഡ് LGSലുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്ത് മാറി, സാലറി പഴയ സ്കെയിലിൽ നിന്നും സാലറി മാറിയിട്ടുണ്ട്. കമ്പനി ബോർഡ് LGSന് പണ്ടുണ്ടായിരുന്നത് 24,500 ആയിരുന്നു അവരുടെ ബേസിക് പേ. ഇവിടെ കാണുന്ന 23 പകരം 24,500 ആയിരുന്നു കമ്പനി ബോർഡ് LGSന് ഉണ്ടായിരുന്ന ബേസിക് പേ എന്ന് പറയുന്നത്. അതിപ്പോൾ അത് 34 ഉയർന്നിട്ടുണ്ട്. 34,500 എന്ന് പറയുന്ന ബേസിക് ഏറ്റവും അടിസ്ഥാന സാലറിയിലേക്ക് മാറി ഉയർന്നു വന്നു കഴിഞ്ഞു. അവർക്ക് ആ സാലറി കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന LGS എക്സാമിൻ്റെ അല്ലെങ്കിൽ LGS ലിസ്റ്റ് കയറി വരുന്ന ഒരാൾക്ക് ബേസിക്കായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത് ഈ സംഖ്യയോട് അടുത്തിരിക്കുന്ന സാലറി റിവിഷൻ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ ഒരു സംഖ്യ ആയിരിക്കും. 30,000-ന് മുകളിൽ ബേസിക് പേ വരുന്ന ഒരു സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ജോലിയിലേക്കാണ് നിങ്ങളെ PSC കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ PSC നിങ്ങളെ കാത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറി പാക്കേജാണ്. ബേസിക് ആണ്. അതിൻ്റെ കൂടെ DA ഉണ്ട്, അതുപോലെ HRA ഉണ്ട്, കുറച്ച് കൂടുതൽ സാധനങ്ങൾ കൂടുതൽ ആഡ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലോട് കൂടി ഒരു ജോലിയിലേക്കാണ് നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി സാധിക്കുക. മനസ്സിലായോ? മാത്രമല്ല ഏജ് കാറ്റഗറിയിലും വ്യത്യാസം വന്നു 40. പിന്നെ അത് അനുസരിച്ച് ഓരോ നമ്മുടെ ജാതി സമവാക്യങ്ങൾ അനുസരിച്ച് അതിന് കൂടുതൽ എക്സെപ്ഷൻ വേറെയും കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എല്ലാ ജില്ലകളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സാം വിളിക്കാൻ പോകുന്നത്. ആൻറ്റിസിപ്പേറ്ററി വേക്കൻസികൾക്ക് അനുസരിച്ചായിരിക്കും വേക്കൻസി കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക, ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഇപ്പം തന്നെ നമ്മുടെ കൂടെ ചേർന്ന് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പം എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്നുള്ളൊരു ഡൗട്ടായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. നോട്ടിഫിക്കേഷൻ ഒന്ന് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നു. ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ചിരിക്കരുത്. നമ്മളെപ്പോഴും എറിയുന്നത് ഒരു മുഴം തന്നെ എറിയണം. കാരണം ഏറ്റവും പെട്ടെന്ന് പഠനം തുടങ്ങി വളരെ ചെറുതായിട്ടുള്ള ഒരു സിലബസാണ് LGSൻ്റേത്. ആ സിലബസ് കവർ ചെയ്തിട്ട് ആ സിലബസിനെ നമുക്ക് 1-2 തവണ റിവിഷൻ ചെയ്യാനുള്ളൊരു സമയം കൂടി കിട്ടുമ്പോൾ നമ്മൾ ആ എക്സാമിന് സെറ്റായി നിൽക്കും. മനസ്സിലായോ? ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുവരെ നടന്നിട്ടുള്ള LGSനൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കി കൃത്യമായ ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു പഠനം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കഴിഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് അല്ല, എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന് സാലറിയുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവും, അതുപോലെ ഏജ് കാറ്റഗറിയുടെ കഴിഞ്ഞത് 36 വയസ്സെന്നുള്ളത് ഇപ്പോൾ എത്ര ആക്കിയിട്ടുണ്ട്, 40 വയസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചോ, ഈ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓരോ ജില്ലകളിലും വ്യത്യസ്ത കട്ട് ഓഫുകളായിരുന്നു. 4 സ്റ്റേജ് ആയിട്ടായിരുന്നു കഴിഞ്ഞ എക്സാം നടന്നിരുന്നത്. 4 സ്റ്റേജുകളായിട്ടാണ് കഴിഞ്ഞ തവണത്തെ LGS എക്സാം നടന്നിരുന്നത്. ആ LGS എക്സാമിനകത്ത് നോക്കിക്കേ, തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് 65 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. 65.33 എന്ന് പറയുന്ന നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു കട്ട് ഓഫാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലത്ത് 70 മാർക്ക്, പത്തനംതിട്ടയിൽ 52 പോയിന്റ്, കണ്ടോ 52.67 എന്ന് പറയുന്ന ചെറിയൊരു കട്ട് ഓഫ് ആയിരുന്നു. അതുപോലെ തന്നെ 67.67 ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. കോട്ടയത്താണെങ്കിൽ 57 മാർക്കിൻ്റെ കട്ട് ഓഫ്, 57 മാർക്കിൻ്റെ കുറഞ്ഞ കട്ട് ഓഫ് ആയിരുന്നു. ഇടുക്കിയിൽ കണ്ടോ 49.67, 49.67 എന്ന് പറഞ്ഞൊരു കട്ട് ഓഫ്. എറണാകുളത്ത് 68.3. അതുപോലെ തന്നെ തൃശ്ശൂർ 60 മാർക്ക് കട്ട് ഓഫ്, ഡയറക്റ്റ് 60 മാർക്ക് കട്ട് ഓഫ്. പാലക്കാട് 73.67 എന്നുള്ളൊരു കട്ട് ഓഫ് ഉണ്ടായിരുന്നു. മലപ്പുറത്ത് 61.33. കോഴിക്കോട് ജില്ലയിൽ കണ്ടോ വലിയൊരു കട്ട് ഓഫാണ് 73 മാർക്കിൻ്റെ. അതുപോലെ തന്നെ വയനാട്ടിൽ 68, 59.33 കണ്ണൂർ, 68 മാർക്ക് നമ്മുടെ കാസർഗോഡ്. ഈ രീതിയിലായിരുന്നു കഴിഞ്ഞ തവണത്തെ LGS എക്സാമുമായി ബന്ധപ്പെട്ട കട്ട് ഓഫ് നിരക്കുകൾ. കണ്ടോ? അപ്പോൾ അതിന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 73.67 എന്ന് പറഞ്ഞ പാലക്കാട് 73 മാർക്ക്. വലിയൊരു ടൈറ്റ് ഓഫ് ലെവൽ എക്സാം എന്നല്ല, നമുക്ക് എത്തിപ്പിടിക്കാവുന്ന കട്ട് ഓഫിലൊക്കെ സുഖമായിട്ട് നമുക്ക് കയറി പറ്റാവുന്ന രീതിയിലുള്ള ഒരു എക്സാം തന്നെയാണ് ഈ LGS. അതിന് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് 73 മാർക്കായിരുന്നു ഏറ്റവും ഉയർന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ചെറുത് നോക്കിയാൽ 49 മാർക്കുമായിട്ട് ഇടുക്കിയിലാണ്. 49 മാർക്കേ ഉള്ളൂ. 50 മാർക്കിൻ്റെ ചോടയായിട്ടാണ് എവിടെ വന്നിരിക്കുന്നത്, ഇടുക്കിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ളൊരു എക്സാമാണ് നടക്കാൻ പോകുന്നത്. ഏതിൽ? നമ്മുടെ LGS എക്സാമിന് നടക്കാൻ പോകുന്നത്. അപ്പം കൃത്യമായ സ്റ്റഡി പ്ലാന് വേണം ഇതിന്.
വേണ്ടേ? വേണം. കാരണം എന്താ, ഇത് വൈഡായിട്ടുള്ള ഒരു സിലബസ് അല്ല. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന LGS എക്സാമിൻ്റെ സിലബസ്? നോക്കിയാൽ LGS എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ കണ്ടോ, പൊതുവിജ്ഞാനമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പൊതുവിജ്ഞാനം, പൊതുവായിട്ടുള്ള ജനറൽ നോളേജ് കാര്യങ്ങൾ, ഒരുപാട് വൈഡ് ഏരിയയിലൊന്നും പഠിക്കണ്ട അല്ലേ. കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കുകളുടെയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ 40 മാർക്കിൽ വലിയൊരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെന്താ, ആനുകാലിക വിഷയങ്ങൾക്കാണ് 20 മാർക്ക് കൊടുത്തിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിന്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി സ്ട്രക്ചറോടുകൂടി പഠിച്ചെടുത്താൽ ആ 20ൽ 20 നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. വലിയ കടുകട്ടി ചോദ്യങ്ങളൊന്നും ഇവിടെ നിന്നും ഉണ്ടാവാറില്ല. പിന്നെന്താണ്, സയൻസ് വിഭാഗത്തിൽ നിന്നാണ് 10 മാർക്ക്. സയൻസ് എന്ന് പറയുമ്പം വലിയ വലിയ സയൻസ് കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറി ചെന്ന സയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കണ്ണും ചെവിയും ഹൃദയമൊക്കെ ബന്ധപ്പെട്ട, രക്തമൊക്കെ ബന്ധപ്പെട്ട വളരെ ചെറിയ പോയിന്റുകൾ, അതും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ദെൻ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെയും ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 10 മാർക്കിനാണ് അവിടെ നിന്നുള്ളത്. അതുപോലെ തന്നെ മാത്സ് എന്ന് കേൾക്കുമ്പോഴേക്കും ചില ആളുകൾക്ക് വേവലാതിയാണ്, പടച്ചോനെ എനിക്ക് മാത്സ് അറിയില്ലല്ലോ അല്ലേ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, വലിയ വലിയ മാത്സ് ഒന്നുമില്ല, ലഘുഗണിതമാണ്. ലഘുഗണിതം വളരെ സിമ്പിളായിട്ടുള്ള മാത്സ് ആണ്. അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അല്ലേ, മെൻ്റൽ അബിലിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ട്രിക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നേടിയെടുക്കാവുന്ന 20 മാർക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല സ്ട്രക്ചറായിട്ടുള്ളൊരു പഠന ശൈലി ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലെ ഞങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ പുതിയ ഒരു LGSൻ്റെ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് സൈലത്തിൽ. കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, കൃത്യമായ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതല്ല PSC. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, ഒരുപാട് മെത്തേഡ്സ് വേണ്ടാത്ത കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല PSCയിൽ. വേണ്ടത് മാത്രം പഠിച്ചെടുക്കുക. അപ്പോൾ അതെന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ആ വേണ്ടത് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ LGS ബാച്ചുമായിട്ട് വരുന്നത്. ആ LGS ബാച്ച് ശ്രദ്ധിച്ചോ, ഈ പറഞ്ഞിരിക്കുന്ന 29-ാം തീയതി ജൂൺ 29 നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ തുച്ഛമായിട്ടുള്ള 1699 രൂപ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഫീയോട് കൂടിയിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെയാണ്. 1 വർഷം വാലിഡിറ്റി ഉണ്ട് ഈ ഒരു കോഴ്സ്. ക്ലാസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കും. മാത്രമല്ല, എന്നാണോ എക്സാം വരുന്നത് ആ എക്സാം വരെ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് 1ാമത്തെ ദിവസം മുതൽ ആ എക്സാം എന്ന് പറയുന്ന നമ്മൾ സ്വപ്നം കാണുന്ന സർക്കാർ ജോലിയിലേക്ക് നമ്മൾ എത്തുന്നത് വരെയുള്ള പാതയിൽ നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബാച്ചുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ വരിക. അപ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല രീതിയിലുള്ള പഠന മെത്തേഡുകളൊക്കെ ആയിട്ട് എക്സാംസൊക്കെ കൃത്യമായിട്ട് നടത്തി എക്സാംസുകളിലൂടെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നുകൊണ്ടായിരിക്കും ഈ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാച്ചിൽ അവിടെ വെച്ച് കാണാം. എല്ലാവരെയും അവിടെ വെച്ച് കാണണം. ഓക്കെ, താങ്ക് യു.